എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കൂടുതലും ജനങ്ങൾ സീരിയലിന് അടിമപ്പെട്ടിരിക്കുന്നവരാണ്. സ്ത്രീകളായാലും കുറച്ചേറെ പുരുഷന്മാരായാലും എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല. ഉദാഹരണത്തിന് ഞാൻ സീരിയൽ കാണത്തില്ല. എനിക്ക് TV സീരിയലൊന്നും ഇഷ്ടമല്ല. ഫിലിമൊക്കെ കാണും നല്ലതാണെങ്കിൽ. പിന്നെ റിയാലിറ്റി ഷോകളൊക്കെ കാണും. പിന്നെ വിശുദ്ധന്മാരുടെയൊക്കെ കഥകൾ കാണും. പിന്നെ ഖുറാനിലെ ആയാലും ബൈബിളിലെ ആയാലും മറ്റ് നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളുടെയൊക്കെ സ്റ്റോറി യൂട്യൂബിനകത്തൊക്കെ നല്ല സ്റ്റോറി ഉണ്ട്. നമ്മുടെ ഭാഷയിലുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഭാഷ കേൾക്കാം. എനിക്ക് ഹിന്ദിയാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് ഹിന്ദിയിലത് കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് മലയാളമാണ് ഇഷ്ടമെങ്കിൽ അല്ല ഇംഗ്ലീഷാണ് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഭാഷയിൽ നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റും. അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ TV യിൽ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്, പ്രത്യേകിച്ച് യൂട്യൂബുകളിൽ. അപ്പോൾ യൂട്യൂബ് നമുക്കിപ്പോൾ TV ആയിട്ട് മിക്കവാറും ഉള്ളവരുടെയൊക്കെ വീടുകളിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സീരിയൽ കാണുന്ന സമയമാകുമ്പം നിങ്ങൾക്ക് അതിന് അടിമപ്പെട്ടിരിക്കുന്ന കുറേ മനുഷ്യർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റാനായിട്ടുള്ള ഐഡിയയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ വീടുകളിലുള്ള പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഇച്ചിരി പ്രായമുള്ളവരായിരിക്കും സീരിയലൊക്കെ കാണുന്നത്. ചെറുപ്പക്കാരൊന്നും അധികം കാണാറില്ല. അതാ ഉണ്ടെങ്കിൽ കുട്ടികളെയൊന്നും പ്രത്യേകിച്ച് സീരിയലൊന്നും കാണിക്കരുത്. ഒരുമാതിരി മെച്യൂരിറ്റി ആയിക്കഴിഞ്ഞാൽ സീരിയലൊക്കെ കാണുക. കാരണം അറിവില്ലാത്തവരൊക്കെ ഈ സീരിയലൊക്കെ കണ്ടിട്ട് അതിനനുസരിച്ചാണ് മറ്റുള്ള ജനങ്ങളുമായിട്ട് ഇടപഴകുന്നതും പെരുമാറുന്നതും ഒക്കെ. അതിനകത്തുനിന്ന് കുറേ വക്രബുദ്ധിയും കിഴിഞ്ഞ ബുദ്ധിയൊക്കെ പഠിക്കുന്നുണ്ട്. പകരം വീട്ടാനും പക വീട്ടാനും ഒക്കെയുള്ള പല സീരിയലുകളിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നോക്കി പഠിക്കരുത്. പോരെടുക്കാനും മൈമ പോരും മരുമോള് പോരും ഒന്നും സീരിയൽ നോക്കി പഠിക്കാതെ നിങ്ങളുടെ വീട്ടിലെ TVകളിൽ നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം ഏതാണോ, ഇപ്പം നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം ബൈബിളാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക ബൈബിൾ സ്റ്റോറീസ്. എന്നിട്ട് നിങ്ങളുടെ ഭാഷ അടിച്ചാൽ മതി. ഇപ്പം മലയാളമാണെങ്കിൽ ബൈബിൾ സ്റ്റോറീസ് മലയാളം എന്ന് നമ്മൾ വോയിസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബൈബിളിനകത്തെ സ്റ്റോറികളൊക്കെ വരും കുറേശ്ശെ. അപ്പോൾ നമുക്ക് അതിനകത്തെ ഓരോ സ്റ്റോറി ഓരോ ദിവസവും എടുത്ത് വെച്ച് കാണുക. അതുപോലെ ഖുറാനിലെ ഉണ്ട് സ്റ്റോറികൾ. നമുക്ക് ഇഷ്ടമുള്ള ഭാഷയെ കാണാം. ഞാനിവിടെ ഹിന്ദിയിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മഹാഭാരതത്തിലെയും രാമായണത്തിലെയും ഒക്കെ സ്റ്റോറികൾ ഇഷ്ടം പോലെ ഉണ്ട്. ആ സ്റ്റോറികൾ വേണം നിങ്ങൾ എല്ലാ ദിവസവും വീടുകളിൽ ഇങ്ങനെ സന്ധ്യാസമയത്തൊക്കെ വെച്ച് കാണാൻ. അതിനകത്ത് പക വീട്ടുന്ന കഥകളൊന്നും നമ്മളെ ഒന്നും ആരും പറഞ്ഞു പഠിപ്പിക്കത്തില്ല. വിശുദ്ധരായിട്ട് ജീവിക്കാനും നന്മ ചെയ്ത് ജീവിക്കാനും തിന്മ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മുന്നോട്ടുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളെന്ന് അറിയിക്കുന്നതുമായിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ സ്റ്റോറികളാണ് നമുക്കിതിനകത്ത് പറഞ്ഞു തരുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഖുറാനെക്കുറിച്ചൊരു ഏകദേശം അറിവ് ഞാൻ നോക്കുകയാണ്. കാരണം ഖുറാനും പഴയ നിയമ ബൈബിള് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും, ഓൾഡ് ടെസ്റ്റ്മെൻറ്റും ന്യൂ ടെസ്റ്റ്മെൻറ്റും. അപ്പം ഈ പഴയ നിയമം എന്ന ബൈബിൾ ഭാഗം നമ്മൾ സ്റ്റോറി നോക്കുകയാണെങ്കിൽ അഥവാ നമ്മൾ വായിക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനികളുടെയും അല്ലെങ്കിൽ ഏത് മനുഷ്യരുടെയും മിക്കവാറും ഉള്ള വീടുകളിലൊക്കെ ബൈബിളുണ്ട്. അതിനിപ്പോൾ ജാതിയൊന്നും ഞാൻ പറയുന്നില്ല, മതവും പറയുന്നില്ല. മിക്കവാറും ആളുകളുടെ വീട്ടിൽ ബൈബിളുണ്ട്, കുരിശുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, പള്ളിയിൽ പോകുന്നവരുണ്ട്, മാതാവിൻ്റെ അടുത്ത് പോകുന്ന പല ധ്യാനത്തിന് പോകുന്നവരുണ്ട്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഈ മതഗ്രന്ഥങ്ങളുടെ നിങ്ങൾക്ക് വായിക്കാനൊന്നിൽ കണ്ണ് കാണില്ല. ചിലർ പറയും എനിക്കിനിയിപ്പോൾ കണ്ണൊന്നും കാണത്തില്ല, എനിക്കിനിയിപ്പോൾ വായിക്കാനൊന്നും പറ്റത്തില്ല, എനിക്കിപ്പോൾ വായിക്കാനുള്ള ഇതൊന്നും ഇല്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് ഞാൻ പറയുന്ന ഉപദേശമാണ്, നിങ്ങളുടെ മതഗ്രന്ഥം ഏതായിരുന്നാലും അല്ലെങ്കിലും നിങ്ങളുടെ മതഗ്രന്ഥം നിങ്ങൾക്കില്ലെങ്കിലും ഉള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ചൊരു വിശകലനം, ഒരു അറിവ് നേടുന്നത് നല്ലതാണ്. നമുക്ക് ഇത്രയൊക്കെ പ്രായമായി അല്ലെ കൊച്ചു കുട്ടികളെ ആണെങ്കിലും കാർട്ടൂൺ കാണിക്കുന്നതിന് പകരം ഒരു 5 വയസ്സ് വരെയൊക്കെ കാർട്ടൂണൊക്കെ, ഒരു 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെ വിശുദ്ധന്മാരുടെ അതായത് ബൈബിൾ സ്റ്റോറീസോ ഖുറാൻ്റെ സ്റ്റോറീസോ രാമായണത്തിലെ സ്റ്റോറീസോ ഭാഗവതത്തിലെ ഇങ്ങനെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചുള്ള സ്റ്റോറീസ് അത് മാത്രം കാണണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ചില വീടുകളിൽ അവർ സമ്മതിക്കത്തില്ല മറ്റു മതങ്ങളെക്കുറിച്ച് അറിയാനെ കൊണ്ട്. അത് നമ്മുടെ തെറ്റാണ്. നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ സമ്മതിക്കുക. നമുക്ക് അറിവുണ്ടെങ്കിൽ എല്ലാം ദൈവം ഒന്നാണെന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായി കഴിയുമ്പോൾ നമ്മളെല്ലാം പഠിക്കും. നമുക്ക് ഒരാൾ പറഞ്ഞു തരുമ്പോഴാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരാൾ വായിച്ചിട്ടാണല്ലോ നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ കേട്ടിട്ടാണല്ലോ പറഞ്ഞു തരുന്നത്. അപ്പം വായിച്ചറിയുക, കേട്ടറിയുക, ഇത് രണ്ടും വലിയ 2 അറിവുകളാണ്. ഒന്ന് നമ്മൾ വായിച്ചറിയണം, വായിക്കാൻ പറ്റാത്തവർ കേട്ടറിയണം. ഇത് TV യിലൊക്കെ കാണണം. അപ്പം നമ്മുടെ വീട്ടിലുള്ള മറ്റു ചിന്തകളൊക്കെ കുട്ടികളെ വിട്ടുപോകും. കുട്ടികളൊക്കെ നമ്മൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് വിശുദ്ധന്മാരുടെ സ്റ്റോറികൾ, വിശുദ്ധ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള സ്റ്റോറികളൊക്കെ നമ്മളിങ്ങനെ ചാനലുകളിൽ മാറ്റി കാണിച്ചു കൊടുക്കണം. നമ്മളും കാണണം, പിള്ളേരെയും കാണിക്കണം. അപ്പോൾ
അപ്പോൾ പിള്ളേരുടെ ഉള്ളിലെ വളർച്ച, മാനസിക വളർച്ച, ആത്മീയ വളർച്ച ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്. ഇപ്പം എല്ലാ കുട്ടികളും സൺഡേ സ്കൂളിന് പോകണമെന്നൊന്നുമില്ല. ഇപ്പോൾ മദ്രസയിലാണേലും പള്ളിയിലാണേലും ഒക്കെ സൺഡേ സ്കൂള് അവരുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, അവരുടെ മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. പക്ഷേ നമുക്ക് ഹൈന്ദവ ദേവാലയങ്ങളിൽ അങ്ങനെയുള്ള ക്ലാസ്സുകളൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല. അങ്ങനെ അവർക്ക് നിർബന്ധമില്ല. അപ്പം ഞാൻ പറയുന്നത് എല്ലാം നമ്മൾ നല്ലത് അറിയണം. ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ഒരു വശത്തോട്ട് മാറ്റി വെച്ചിട്ട് നല്ല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഗ്രഹിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ നല്ല കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചെടുക്കണമെങ്കിൽ നല്ലത് കാണണം, നല്ലത് കേൾക്കണം. അപ്പോൾ വീട്ടിൽ അടിയും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കാതെ സീരിയലിന് വേണ്ടി കിടന്ന് ചീറ്റാതെ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ സ്റ്റോറികൾ നിങ്ങളും കാണണം, പിള്ളേരെയും കാണിക്കണം. അപ്പോൾ വിശുദ്ധന്മാരുടെ തന്നെ കാണണമെന്നില്ല, ചില വിശുദ്ധന്മാർക്ക് എന്നും അസുഖങ്ങളാണ്. അത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിലെ വിശുദ്ധർക്കെല്ലാം മിക്കവാറും അസുഖമാണ്, രോഗിയായിട്ട് കഴിയുന്നതാണ്. അപ്പം ഞാൻ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ പിള്ളേർക്കും ചിലപ്പോൾ എന്താ എന്നും അസുഖമായിരിക്കും എന്നൊക്കെ, അങ്ങനെയുള്ള ചിന്തയൊന്നും ഉള്ളിൽ വരണ്ട. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബിനകത്ത് നല്ല സ്റ്റോറീസ് ഉണ്ട്, ബൈബിൾ സ്റ്റോറീസ് ഉണ്ട്, ഖുറാൻ സ്റ്റോറീസ് ഉണ്ട്, രാമായണ സ്റ്റോറീസ് ഉണ്ട്, ഭാഗവതം, ഇങ്ങനെ എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെയും സ്റ്റോറികളുണ്ട്. അതെല്ലാം മാറി മാറി നമ്മുടെ കുട്ടികളെ കാണിച്ചു കൊടുക്കണം, നമ്മളും കാണണം. നമുക്ക് അറിവുണ്ടായെങ്കിലേ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്കറിയാത്തൊരു കാര്യം എനിക്ക് എൻ്റെ കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. എനിക്കറിവുണ്ടെങ്കിലേ എനിക്ക് എൻ്റെ കൂട്ടുകാരുമായിട്ടും അത് പങ്കുവെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സീരിയലിൻ്റെ സമയം, നിങ്ങളുടെ സീരിയലിൻ്റെ ആ സ്വഭാവം ഇല്ലാതാക്കാനായിട്ട്, പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ സീരിയലൊന്നും ഇഷ്ടമല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 50 കഴിഞ്ഞ ആളുകളാണ് കൂടുതലും വീട്ടിലിരുന്ന് സീരിയൽ കാണുന്നത്, പുരുഷനും സ്ത്രീയും ഒക്കെ. അപ്പോൾ അത് കാണാതെ ഒന്നേ നിങ്ങൾ ഇതുപോലുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ സ്റ്റോറികൾ യൂട്യൂബിലെടുക്കുക, നല്ല സിനിമ പോലെ കാണിച്ചു കൊടുക്കും. നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. തിന്മ ചെയ്താൽ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, ആത്മീയമായിട്ട് വളരാനും ഉപകരിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ഈ സ്റ്റോറികളിലുണ്ട്, ആത്മീയമായിട്ട് വളരാണ്. ഇപ്പം ഖുറാനും ബൈബിളും ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പം യേശുക്രിസ്തുവിൻ്റെ അപ്പനായ യഹോവയാണല്ലോ യേശുവിനെ ഭൂമിയിലോട്ട് വിട്ടതെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്, പരിശുദ്ധാത്മാവ് മുഖാന്തരം കന്യകാമറിയത്തിലൂടെ. അതേ യേശുക്രിസ്തുവിൻ്റെ അപ്പനാണ് യഹോവ എന്ന് പറയുന്നത്. യഹോവയും അല്ലാഹുവും ഒന്ന് തന്നെയാണെന്നാണ് ഈ ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ തർക്കിക്കാനൊന്നും വരണ്ട. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഖുറാൻ വായിച്ച്, പെണ്ണുങ്ങൾക്ക് ഖുറാൻ വായിക്കത്തില്ലെന്ന് എനിക്കൊന്നും അറിയത്തില്ല, അവർക്ക് നിസ്കരിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളെന്ന് തോന്നുന്നു, ഖുറാൻ വായിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. നിങ്ങളുടെ ഖുറാൻ നിങ്ങൾ കംപ്ലീറ്റ് ഒന്ന് വായിക്കുക, അതിനുശേഷം നിങ്ങൾ ബൈബിളും വായിക്കുക. നിങ്ങൾക്ക് വായിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങളെ ടി വിയിൽ നിങ്ങൾ ബൈബിൾ സ്റ്റോറീസ്, ഖുറാൻ സ്റ്റോറീസ്, ഇങ്ങനെ രണ്ടും കൂടെ ഒന്ന് ചേർത്ത് കണ്ടു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സംഗതി ഒന്ന് തന്നെയാണ്. 2-3 ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ആദം ഹവ്വ, ഇത് ഖുറാനിലും ഉണ്ട് ബൈബിളിലും ഉണ്ട്. ബൈബിളിലെ പഴയ നിയമത്തിൽ ആദത്തിൻ്റെ ചരിത്രം മുതൽ തുടങ്ങുന്നുണ്ട്, ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ തുടങ്ങുന്നത്. അത് തന്നെയാണ് ഖുറാനിലും തുടങ്ങുന്നത്. പിന്നെ ഒന്ന് നോഹയുടെ പെട്ടകം, അത് ബൈബിളിലും ഉണ്ട് ഖുറാനിലും ഉണ്ട്. ഞാൻ ഇന്നും ആ സ്റ്റോറി കണ്ടതാണ്. ആ നോഹയുടെ പെട്ടകം ഉണ്ടാക്കിയതും അത് ബൈബിളിനകത്തും ഉണ്ട് ഖുറാനിലും ഉണ്ട്. പെട്ടകം ഉണ്ടാക്കിയ ആൾക്കാരുടെ പേരും അത് തന്നെയാണ്. പിന്നെ ഒന്ന് നമ്മുടെ മോറിയ മലയിൽ ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയില്ലേ, ആ കഥ, അതാണ് നമ്മുടെ ഈ എന്തുവാന് പറയുന്നത്, ബലിപ്പെരുന്നാൾ, മലയാളത്തിൽ പറയുന്നത് ബക്രീദ് എന്ന് പറയുന്നത്. ബലിപ്പെരുന്നാളിൻ്റെ അന്ന് ചെയ്യുന്നത് ഇത് തന്നെയാണ്. 90 വയസ്സിൽ ജനിച്ച ഒരു മകനെ, 90ാമത്തെ വയസ്സിലൊരു സ്ത്രീ പ്രസവിച്ച മകനെ കർത്താവ് ബലിയായിട്ട് ചോദിക്കുമ്പോൾ ആ മകനെയും കൊണ്ട് മലമുകളിൽ കയറിപ്പോയി കൊല്ലാൻ തുടങ്ങും. കയ്യും കാലും കെട്ടി വിറകിൻ്റെ മണ്ടയ്ക്ക് വെച്ച് കൊല്ലാൻ തുടങ്ങുമ്പോൾ യഹോവ സ്വർഗത്തിൽ നിന്നും ശബ്ദം പുറപ്പെടുവിച്ച് മകനെ ബലി കഴിക്കരുത് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഒരു ചുറ്റിക്കാട്ടിലൊരു മുട്ടനാട് കുരുങ്ങി കിടക്കുന്നു, അതിനെ അഴിച്ചു കൊണ്ടുവന്ന് ബലി കൊടുക്കുന്ന ഒരു കഥയാണ്. അതാണ് ബലിപ്പെരുന്നാളും. അതാണ് ബൈബിളിലെ കഥയുമാണ്, അത് തന്നെയാണ് ഖുറാനിലെ അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഏകദേശം ഞാൻ പഠിച്ചതനുസരിച്ച്, എൻ്റെ ഉൾബോധ മനസ്സ് പറയുന്നതനുസരിച്ച് യഹോവയും അല്ലാഹുവും ഒന്ന് തന്നെയാണ്. മനുഷ്യർക്ക് അറിവില്ലാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അടിയുണ്ടാക്കുന്നു, ജാതിപ്പേര് പറഞ്ഞ് പരസ്പരം കലഹിക്കുന്നവരുണ്ട്, അത് പാടില്ല. പിന്നെ ഇത് രണ്ടും അല്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുമായിട്ട് നമുക്ക് വഴകണമല്ലോ, അവരെ സ്നേഹത്തിലൂടെ വേണം നമ്മൾ കാണുവാനായിട്ടും. അവരുടെ ആരാധകളിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും ആവശ്യ സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ ഒരിക്കലും നമ്മൾ മടിക്കാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നമ്മുടെ മനുഷ്യരുടെ ഉള്ളിലെ ദുഷ്ടതകൾ നീക്കിക്കളയണമെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ കാണണം, നല്ല കാര്യങ്ങൾ കേൾക്കണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ടി വിയിലെ സീരിയലുകൾ കാണാതെ നല്ല ദൈവത്തിൻ്റെ കഥകൾ, ബൈബിൾ സ്റ്റോറീസ്, ഖുറാൻ സ്റ്റോറീസ്, മഹാഭാരത സ്റ്റോറീസ്, ഇങ്ങനെയുള്ള സ്റ്റോറികളൊക്കെ കാണുക, കുട്ടികളെ കാണിക്കുക, പ്രായമുള്ളവരെയും കാണിക്കുക. അവരുടെ ഉള്ളൊന്ന് ശുദ്ധമാകട്ടെ. പാപചിന്തകൾ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറാകാനായിട്ട് ഇത് സഹായിക്കും. ഓക്കെ.
എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. കമൻ്റ് ഇടാൻ മറക്കരുത്. പൊങ്കാല ഇടാൻ ഇട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു.